ഹൃദയഭേദകമായ ഒരു സമരം തന്നെയാണ് നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്ന് കാണുന്നത്. CPO റാങ്ക് ലിസ്റ്റ്, അതായത് 2019 CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ഇവിടെ തലമുണ്ടനം ചെയ്തുകൊണ്ട് സമരം ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവർ തലമുണ്ടനം ചെയ്യുക മാത്രമല്ല, ഒരു 10ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇവിടെ ശവമഞ്ചത്തിൽ കിടക്കുന്നത് പോലെ പ്രതീകാത്മകമായി ഇവിടെ ശവങ്ങളായി കിടപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഉപ്പിന് പുറത്ത് ഉപ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് സമരം ചെയ്യുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ നമ്മൾ സ്ഥിരമായി പലതരം സമരങ്ങൾ കാണുന്നതാണ്. എന്നാൽ ഇത്രത്തോളം ഹൃദയഭേദകമായ ഒരു സമരം ഇത് ആദ്യമായാണെന്ന് തോന്നുന്നു കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി 55 ദിവസം കൂടി മാത്രമാണ് ഈ 2019 റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുവാൻ സമയമുള്ളത്. അപ്പോൾ അതിനു മുമ്പ്, അത് മാത്രമല്ല, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് 21% ആളുകളെ മാത്രമാണ് ഇപ്പോൾ ഇതുവരെയും നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ 55 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി വരുന്ന പരമാവധി ആളുകളെ ഇതിലേക്ക് ജോലിയിലേക്ക് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഏതാണ്ട് 500ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. വളരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ കുറേ ദിവസമായി തന്നെ ഇവർ നടത്തുകയാണ്. ഇന്നലെയും റോഡ് ഉപരോധിച്ചുമൊക്കെ മുട്ടിലെഴിഞ്ഞും കൈകൂപ്പിയും ഒക്കെ ഇന്നലെയും ഇവർ സർക്കാരിനോട് യാചിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും സർക്കാർ വഴങ്ങുന്നില്ല. ഒരു ചർച്ചയ്ക്ക് പോലും ഇവരെ സർക്കാർ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ഓരോ ദിവസവും ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇന്നും സമരം ചെയ്യുന്നത്. ഇന്നലെ ഏതാണ്ട് 300ഓളം ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് 500ഓളം പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഏതാണ്ട് 10ഓളം പേരാണ് ഇവിടെ ശവമഞ്ചത്തിൽ കിടക്കുന്നതിന് സമാനമായി കറുത്ത തുണി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് കിടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് സമയം മുമ്പ് ഇവിടെ എത്തിയപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിയോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, പലരുടെയും അവസ്ഥ ഒരു 55 54 ദിവസം കഴിയുമ്പോൾ അവരിൽ പലരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്ന് ആണ് അവർ പറയുന്നത്. അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം, പോലീസിൻ്റെ ഒരു ലിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമുള്ള ഒരു ലിസ്റ്റല്ല, കേരളത്തിൽ ഉടനീളം വരുന്ന ലിസ്റ്റാണ്. അപ്പോൾ ഒരു ലിസ്റ്റിലൊക്കെ പേര് വന്നപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തന്നെ ഒരു പ്രതീക്ഷയായിരിക്കണം അത്. അപ്പോൾ അത് നഷ്ടമാകാൻ പോവുകയാണ്. ഒരു 50-55 ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു പ്രതീക്ഷ അസ്തമിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭയം കൂടിയുണ്ട് ഇത്തരത്തിൽ ഇവിടെ എത്തി ഇങ്ങനെ സമരം ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, എന്തൊക്കെ ആവശ്യങ്ങളാണ്? ശരി, എല്ലാവരും ഒരു ദുഃഖത്തിൽ തന്നെയാണുള്ളത്. എങ്ങനെയെങ്കിലും ഇതിന്റെ ഒരു ശ്രദ്ധ സർക്കാരിലേക്ക് ക്ഷണിച്ച് ഈ ലിസ്റ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. പ്രധാനമായി അവർ പറയുന്നത് ഈ ഏതാണ്ട് 21% ആളുകൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചതെന്ന് പറഞ്ഞു. 13,200-ലധികം ആളുകളാണ് ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 3,000-ലധികം ആളുകൾ, 3,500-ന് താഴെ മാത്രം ആളുകളാണ് ഇതിനകം നിയമിതരായിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ഈ 54 ദിവസത്തിനുള്ളിൽ ബാക്കി വരുന്ന പരമാവധി ആളുകളെ ഈ ലിസ്റ്റിലേക്ക് എടുക്കുക, അത് മാത്രവുമല്ല ഈ ലിസ്റ്റിന്റെ കാലാവധി നീട്ടുക എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ ഇവർ ഈ ഒരു സമരത്തിനുമായി മുൻപോട്ട് വെക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ഉദ്യോഗാർത്ഥികൾ ഇവർ 2019 ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. ഇതിനുശേഷം 2 തവണ PSC ഇതേ ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിൽ ഒരു നോട്ടിഫിക്കേഷനിൽ എക്സാമും ഫിസിക്കൽ ടെസ്റ്റും അടക്കം ഇപ്പോൾ കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിലെ ഉദ്യോഗാർത്ഥികളും ജോലിക്കായി തയ്യാറായി നിൽക്കുകയാണ് എന്നതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഏറ്റവും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി ഇനി നീട്ടുന്നത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ള കാര്യമൊക്കെ മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ അതൊക്കെയും ഇവരുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. ചേട്ടാ, എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ ദയനീയ അവസ്ഥയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പഠിച്ച് 5 വർഷമായിട്ട് ഒരു നിയമനമില്ലാതെ ഇങ്ങനെ കിടക്കുന്നതിൽ ഭയങ്കര കഷ്ടമുണ്ട്, വിഷമമുണ്ട്. ഇനി അറിയില്ല, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. 2 ടെസ്റ്റ് എഴുതി ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ തല ഇങ്ങനെ മുണ്ടനം ചെയ്യേണ്ടി വരുന്നത്. എന്ത് തോന്നുന്നു? ഞാൻ പറഞ്ഞില്ലേ, വിഷമമാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ദയനീയ അവസ്ഥയാണ്. ഇപ്പോൾ ഇത്രയും പേര് നമ്മൾ എന്താ പറയണമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ 5 വർഷം ഇത്രയും പഠിച്ചിട്ടും ഈ പറയുന്ന പ്രിലിംസ് എഴുതി, മെയിൻസ് എഴുതി, ഫിസിക്കൽ 1 വർഷം പ്രാക്ടീസും ചെയ്ത് ഫിസിക്കലും കംപ്ലീറ്റ് ആക്കി ലിസ്റ്റിലും വന്നിട്ട് അത്യാവശ്യം നല്ലൊരു റാങ്ക് വന്നിട്ട് ഈ ഒരു അവസ്ഥ വരുന്നത് ഭയങ്കര കഷ്ടമാണ്. ഇത് എനിക്ക് മാത്രമല്ല, ഇനി വരുന്ന ആൾക്കാർക്ക് ഇതേപോലെ അവസ്ഥ ഉണ്ടാവാം.
അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് വേറെ വഴിയില്ല. ഇന്ന് സമരം നമ്മുടെ 10ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാപ്പകൽ സമരമാണ്. 10 ദിനമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ നമ്മുടെ ഭാഗത്ത് നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായാലും ചെയ്തിട്ടില്ല. നമ്മൾ സമരം കടുപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. 10,000-ഓളം കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി വെറും 52 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് 2023 ഏപ്രിൽ മാസം 12-ാം തീയതി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ 2022-ൽ PSC വീണ്ടും നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിൻ്റെ ഭാഗമായി എക്സാം നടക്കുകയും, അതായത് ഒറ്റഘട്ട പരീക്ഷ. ഞങ്ങൾ 2 ഘട്ട പരീക്ഷയും ഫിസിക്കലും പാസ്സായി ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നു 2023-ൽ. 2022-ൽ PSC ഈ ഒരു തസ്തികയിലേക്ക് തന്നെ വീണ്ടും നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ഇപ്പോൾ അതിൻ്റെ എക്സാമും കഴിഞ്ഞ് ഫിസിക്കലും ഏറെക്കുറെ തീരാറായ ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ 2023-ൽ വീണ്ടും CPO നോട്ടിഫിക്കേഷൻ, അതായത് ഒരു സമയത്ത് 3 നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പുതിയതായിട്ട് 2023 ഡിസംബർ മാസം വന്ന നോട്ടിഫിക്കേഷൻ്റെ എക്സാം ഡേറ്റ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് മാസം 25-ാം തീയതി അടുത്ത CPO നോട്ടിഫിക്കേഷൻ്റെ എക്സാം നടക്കുകയാണ്. അതായത് ഒരു സമയത്ത് 3 നോട്ടിഫിക്കേഷനും അതിന് സമാനമായി നമ്മുടെ റാങ്ക് ലിസ്റ്റ്, പുറകെ ഒരു ഷോർട്ട് ലിസ്റ്റ്, ഇതെല്ലാം പുറകെ വരികയാണ്. നമ്മൾ ഈ 4 വർഷം കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നമുക്ക് അർഹമായൊരു വേക്കൻസിയോ അല്ലെങ്കിൽ നമുക്ക് അർഹമായൊരു നിയമനമോ തരാതെ സർക്കാർ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. വേക്കൻസികളില്ല എങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിൽ നമ്മൾ 2019-ൽ നോട്ടിഫിക്കേഷൻ വന്ന് 4 വർഷം നമ്മൾ ഈ ലിസ്റ്റിന് വേണ്ടി സമർപ്പിച്ചു. നമുക്ക് ജോലി തരാതെ പിന്നെയും വീണ്ടും സർക്കാർ എന്തിനാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ കാലത്ത് അഭയാർത്ഥികൾക്ക് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്ന പോലെ, അതായത് ഉപ്പുകല്ലിൽ ആൾക്കാരെ നിർത്തി, അത്രയ്ക്ക് പരിതാപകരമാണ് നമ്മളെല്ലാവരുടെ അവസ്ഥ. 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം എന്താകുമെന്ന് അറിയില്ല. കാരണം പലരുടെയും വീട്ടിൽ ജപ്തി നോട്ടീസും മറ്റും കാര്യങ്ങളും വന്നിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പലരുടെയും അച്ഛനും അമ്മയും എല്ലാം പ്രായാധിക്യം മൂലം അസുഖങ്ങളും ബാധിച്ച് വീട്ടിലിരിക്കുകയാണ്. അവരെയൊക്കെ മറ്റ് വീടുകളിലാക്കിയിട്ടാണ് ഈ ഉദ്യോഗാർത്ഥികൾ പലരും ഇവിടെ സമരത്തിന് എത്തിയിരിക്കുന്നത്. ഇവർക്ക് എത്ര ദിവസം ഇവിടെ തുടരാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ സമാനമായിട്ട് WCPO, അതായത് വുമൺസിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റും വരികയുണ്ടായി. അവരും ഈ സെയിം ക്രൈറ്റീരിയയിലൂടെയാണ് അവരും റാങ്ക് ലിസ്റ്റ് വന്നത്. അവരുടെ റാങ്ക് ലിസ്റ്റ്, നമ്മുടെ റാങ്ക് ലിസ്റ്റ് 2023 ഏപ്രിൽ മാസം 13-ാം തീയതി നിലവിൽ വന്നെങ്കിൽ അവരുടെ മാർച്ച് മാസം 20-ാം തീയതി നിലവിൽ വന്നു. അവർക്ക് ഇപ്പോൾ തന്നെ 80% നിയമനം കൊടുത്തു കഴിഞ്ഞു. അതായത് നമ്മുടെ സെയിം കാറ്റഗറിയിലൂടെ കടന്നു വന്ന അവർക്ക് 80% നിയമനവും നമുക്ക് 20% താഴെ നിയമനവും. ഇതെന്താണ് നമ്മളോട് മാത്രം ഈ ഒരു ക്രൂരത ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. അതുപോലെ തന്നെ 2021-ലാണ് CM പറഞ്ഞത് ഇനി മുതൽ വേക്കൻസികൾക്കനുസരിച്ച് മാത്രമായിരിക്കും റാങ്ക് ലിസ്റ്റ് ഇടുക എന്ന്. അതിനുശേഷം വന്ന ബാക്കിയുള്ള LDC, LGS, എക്സൈസ്, ഫയർമാൻ, ഈ ഒരു മെയിനായിട്ടുള്ള ഈ റാങ്ക് ലിസ്റ്റുകളെല്ലാം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും അതിലും നിയമനം 80% അല്ലെങ്കിൽ 70%-ഓളം ഇപ്പം തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ LDC, LGS എന്നീ 2 തസ്തികകൾക്ക് 3 വർഷമാണ് കാലാവധി. ആ റാങ്ക് ലിസ്റ്റുകൾ പോലും ഇപ്പം തന്നെ 50% വേളയിൽ നിയമനമായി. എന്നിട്ടും ഈ ഒരു പോലീസ് തസ്തിക, അതായത് 4 വർഷം കാത്തിരുന്ന റാങ്ക് ലിസ്റ്റ് വന്ന 1 വർഷം മാത്രം കാലാവധിയുള്ള ഈ ഒരു പോലീസ് റാങ്ക് ലിസ്റ്റിൽ മാത്രം 21% നിയമനം. 2016-ൽ DGP ഒരു ഫയല് വിട്ടിരുന്നു. അതായത് അന്നത്തെ പോലീസ് സ്റ്റേഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 18,000-ഓളം പോലീസുകാരുടെ കുറവ് അന്ന് സേനയിലുണ്ട്. അതായത് 1984-ലെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് മാത്രമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഈ 40 വർഷം മുമ്പുള്ള പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് അനുസരിച്ചാണ് ഇന്നും കേരളത്തിലെ പോലീസിൻ്റെ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസത്തിലോ ആഴ്ചയിലോ എവിടെയെങ്കിലും വെച്ച് ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് നമ്മൾ ആഴ്ചയിലും മാസങ്ങളുമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഇപ്പം തന്നെ ഈ ഒരു വർഷ കാലയളവിൽ തന്നെ ഒരു 10ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും മൂലം ആത്മഹത്യ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വേറൊരു തസ്തികയ്ക്കും ഇങ്ങനെ ഈ ജോലിഭാരവും അതുപോലെ തന്നെ ആത്മഹത്യയും നടന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. എന്നിട്ട് പോലും സർക്കാർ നമ്മൾക്ക് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാതെ വീണ്ടും നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ട് ഈ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന എന്തിനാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.